ഡീഓക്സിറൈബോന്യൂക്ലിക് ആസിഡ് അഥവാ DNA. DNA എന്ന ജനറ്റിക് മെറ്റീരിയലിൻ്റെ സ്ട്രക്ചർ, വിവിധ രൂപത്തിലുള്ള DNAകൾ എന്നീ വിശദാംശങ്ങൾ അടങ്ങുന്നതാണ് ഈ ക്ലാസ്. ന്യൂക്ലിക് ആസിഡ് എന്താണെന്ന് നോക്കാം. ന്യൂക്ലിക് ആസിഡ്സ് ആർ any group of long linear macromolecule that carries genetic information directing all cellular function composed of linked nucleotides. ന്യൂക്ലിയോടൈഡുകൾ എന്ന പദാർത്ഥങ്ങൾ കൊണ്ട് നിർമ്മിച്ച ജനിതക സ്വഭാവങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന ന്യൂക്ലിയസിൽ കാണപ്പെടുന്നതോ അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയലായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നതോ ആയ പദാർത്ഥങ്ങളെയാണ് ന്യൂക്ലിക് ആസിഡുകൾ എന്ന് പറയുന്നത്. ന്യൂക്ലിക് ആസിഡുകൾ നിർമ്മിച്ചിരിക്കുന്നത് ന്യൂക്ലിയോസൈഡുകൾ എന്ന പദാർത്ഥങ്ങൾ കൊണ്ടും ന്യൂക്ലിയോസൈഡിൽ നിന്നും രൂപപ്പെടുന്ന ന്യൂക്ലിയോടൈഡും കൊണ്ടാണ് ന്യൂക്ലിക് ആസിഡുകൾ നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം ന്യൂക്ലിയോസൈഡുകൾ എന്താണ് പരിശോധിക്കാം. ന്യൂക്ലിയോസൈഡ്സ് ആർ ഗ്രൂപ്പ് ഇൻ വിച്ച് എ ഷുഗർ മോളിക്യൂൾ, യൂഷ്വലി റൈബോസ് ഓർ ഡീഓക്സിറൈബോസ് ഷുഗർ, ഈസ് ലിങ്ക്ഡ് ടു എ നൈട്രജൻ ബേസ് വയ ബീറ്റ ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ഒരു ബീറ്റ ഗ്ലൈക്കോസിഡിക് ബോണ്ട് വഴി ഒരു നൈട്രജൻ ബേസും ഒരു പെൻറ്റാ ഷുഗറും ജോയിൻ ചെയ്ത് ഉണ്ടാകുന്ന മോളിക്യൂൾസിനെയാണ് ന്യൂക്ലിയോസൈഡുകൾ എന്ന് പറയുന്നത്. If a phosphate group is attached to the nucleoside, then it will become the corresponding nucleotide. ഒരു ന്യൂക്ലിയോസൈഡിനോടൊപ്പം ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കൂടി ചേരുമ്പോൾ അത് ന്യൂക്ലിയോടൈഡായിട്ട് രൂപാന്തരം പ്രാപിക്കുന്നു. Nucleotides. Nucleotide is the building block of two crucial molecules, that is nucleic acid, in living organisms called DNA and RNA. ജീവജാലങ്ങളിൽ ന്യൂക്ലിക് ആസിഡുകൾ, പ്രത്യേകിച്ചും DNA-യും RNA-യും രൂപപ്പെടുന്നതിന് അല്ലെങ്കിൽ ഉണ്ടാക്കപ്പെടുന്നതിന് ഇടയാക്കുന്ന അടിസ്ഥാന ഘടകങ്ങളെയാണ് ന്യൂക്ലിയോടൈഡുകൾ എന്ന് പറയുക. They are the genetic material of an organism and are responsible for passing genetic characteristics from generation to generation. ന്യൂക്ലിയോടൈഡുകളെയാണ് ജനറ്റിക് മെറ്റീരിയൽ എന്നറിയപ്പെടുന്നത്. ഈ ജനറ്റിക് മെറ്റീരിയലിലൂടെയാണ് തലമുറകളിലൂടെ സ്വഭാവങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. എ ന്യൂക്ലിയോടൈഡ് ഈസ് കമ്പോസ്ഡ് ഓഫ് 3 യൂണിറ്റ്സ്. ന്യൂക്ലിയോടൈഡിന് 3 ഭാഗങ്ങളാണുള്ളത്. ഒരു പെൻറ്റാ ഷുഗർ, ഒരു നൈട്രജൻ ബേസ്, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. അപ്പോൾ ഒരു പെൻറ്റാ ഷുഗറും നൈട്രജൻ ബേസും ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടെ ചേരുന്നതാണ് ഒരു ന്യൂക്ലിയോടൈഡ്. ദർ ഈസ് എ പെൻറ്റാ ഷുഗർ മോളിക്യൂൾ, എ നൈട്രജൻ ബേസ് ആൻഡ് എ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഡിപ്പെൻഡിങ് ഓൺ ദ type of pentose sugar molecule, nitrogen base and the number of phosphate group nucleotides differ. ഒരു ന്യൂക്ലിയോടൈഡിൻ്റെ ഘടന ആ ന്യൂക്ലിയോടൈഡിൽ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാകാൻ ഇടയായിട്ടുള്ള പെൻറ്റോസ് ഷുഗറിൻ്റെയും നൈട്രജൻ ബേസിൻ്റെയും ഫോസ്ഫേറ്റ് ഗ്രൂപ്പിൻ്റെയും രൂപത്തിലും എണ്ണത്തിലും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഉദാഹരണമായി, in DNA there is a deoxyribose sugar and in RNA there is a ribose sugar. ഷുഗർ മോളിക്യൂളിൻ്റെ കാര്യമെടുക്കുകയാണെങ്കിൽ DNA-യിൽ കാണപ്പെടുന്ന പെൻറ്റോസ് ഷുഗർ എന്ന് പറയുന്നത് ഡിയോക്സി റൈബോസ് ഷുഗറാണ്. RNA-യിൽ അത് റൈബോസ് ഷുഗറായിട്ട് മാത്രമാണ് കാണപ്പെടുന്നത്. There are mainly 2 groups of nitrogen bases, purines and pyrimidines or pyridines and pyrimidines. നൈട്രജൻ ബേസുകളെ രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്, പ്യൂരിനുകളെന്നും പിരമിഡിനുകളെന്നും. Pyrimidines are smaller heterocyclic aromatic 6-member rings containing nitrogens at 1 and 3rd position. Pyrimidine എന്ന് പറയുന്നത് 6 നമ്പർ പെൻറ്റാ ഷുഗർ മോളിക്യൂളാണ്. ഹെട്രോസൈക്ലിക് ആരോമാറ്റിക് മോളിക്യൂളാണ് പിരമിഡിനുകൾ. അതിൻ്റെ 1ാമത്തെയും 3ാമത്തെയും പൊസിഷനിലാണ് നൈട്രജൻ കാണപ്പെടുന്നത്. സൈറ്റോസിൻ, തൈമിൻ, യുരാസിൽ are the example of pyrimidine bases. സൈറ്റോസിനും തൈമിനും യുറാസിലുമാണ് പിരമിഡിൻ്റെ രൂപത്തിൽ കാണപ്പെടുന്ന നൈട്രജൻ ബേസുകൾ. പ്യൂരിൻ ബേസസ് ആർ മച്ച് ലാർജർ ദാൻ പിരമിഡിൻസ്. 2ാമത്തെ വിഭാഗമാണ് പ്യൂരിൻ ബേസുകൾ. പിരമിഡിനെ അപേക്ഷിച്ച് ലാർജർ മോളിക്യൂളാണ് പ്യൂരിനുകൾ.
Other than the heterocyclic aromatic ring, they have a imidazole ring fused to that. അതായത് ഹെറ്ററോസൈക്ലിക് സ്ട്രക്ചറിന് പകരം ഇമിഡിസിബിൾ റിംഗ് വഴി ഒരു കോംപ്ലക്സ് സ്ട്രക്ചറായിട്ടാണ് പ്യൂരിൻ ബേസുകൾ കാണപ്പെടുന്നത്. അഡിനിൻ ആൻഡ് ഗ്വാനിൻ ആർ 2 പ്യൂരിൻ ബേസ്. 2 പ്യൂരിൻ ബേസുകളാണ് ഉള്ളത്, അഡിനിനും ഗ്വാനിനും. അപ്പോൾ നൈട്രജൻ ബേസുകളെ രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് ഓർത്തിരിക്കണം. നൈട്രജൻ ബേസുകളെ പ്യൂരിൻ എന്നും പിരമിഡിൻ എന്നും രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു. പ്യൂരിൻ കോംപ്ലക്സ് ആയിട്ടുള്ള മോളിക്യൂളാണെന്നുണ്ടെങ്കിൽ പിരമിഡിൻ വളരെ ഹെറ്ററോസൈക്ലിക് അരോമാറ്റിക് 6 മെമ്പർ റിംഗ് മോളിക്യൂളാണ്. 3 തരത്തിലുള്ള പിരമിഡിനാണുള്ളത്: തൈമിൻ, സൈറ്റോസിൻ ആൻഡ് യുറാസിൻ. പ്യൂരിൻ ആണെന്നുണ്ടെങ്കിൽ അഡിനിനും ഗ്വാനിനുമാണ് പ്യൂരിൻ ബേസായിട്ട് കാണപ്പെടുന്നത്. ഇങ്ങനെ നൈട്രജൻ ബേസുകൾ 2 തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇൻ DNA ആൻഡ് RNA, കോംപ്ലിമെന്ററി ബേസ് ഫോം ഹൈഡ്രജൻ ബോണ്ട്സ് ബിറ്റ്വീൻ ദം. DNA-യിലും RNA-യിലും കോംപ്ലിമെന്ററി ആയിട്ടുള്ള ബേസുകൾ, പരസ്പരം യോജിക്കുന്ന ബേസുകൾ തമ്മിലാണ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത്. ദാറ്റ് ഈസ് അഡിനിൻ, തൈമിൻ, യുറാസിൽ, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ ആർ കോംപ്ലിമെന്ററി ടു ഈച്ച് അതർ. അഡിനിൻ എപ്പോഴും തൈമിനുമായിട്ടും, അഡിനിൻ DNA-യിൽ തൈമിനുമായിട്ടും, സൈറ്റോസിൻ ഗ്വാനിനുമായിട്ടോ യുറാസിലുമായിട്ടോ ആണ് പെയർ ചെയ്ത് കാണപ്പെടുന്നത്. ഇങ്ങനെ പെയർ ചെയ്യുന്നതിനെയാണ് കോംപ്ലിമെന്ററി ബേസ് പെയറിംഗ് എന്ന് പറയുന്നത്. ദ ഫോസ്ഫേറ്റ്സ് ആർ ലിങ്ക്ഡ് ടു ദ OH ഗ്രൂപ്പ് ഓഫ് കാർബൺ 5 ഓഫ് ദ ഷുഗർ. ഇനി ഒരു ന്യൂക്ലിയോടൈഡിന്റെ പെന്റാഷുഗറിന്റെ 5th കാർബൺ പൊസിഷനിലാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്ത് വരുന്നത്. ഇൻ ദ ന്യൂക്ലിയോടൈഡ്സ് ഓഫ് DNA ആൻഡ് RNA, നോർമലി ദർ ഈസ് 1 ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഇവിടെ പ്യൂരിൻ നൈട്രജൻ ബേസും ഷുഗർ മോളിക്യൂളും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ DNA-യിൽ ഡിയോക്സി റൈബോസ് ഷുഗറാണ് കാണുന്നതെങ്കിൽ RNA-യിൽ റൈബോസ് ഷുഗറാണ് കാണപ്പെടുന്നത്. അങ്ങനെ ഷുഗർ മോളിക്യൂൾ 2ലും വ്യത്യസ്ത രീതിയിൽ കാണപ്പെടുന്നു. ഇനി RNA എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നൈട്രജൻ ബേസുകൾ പ്യൂരിൻ്റെയും പിരമിഡിൻ്റെയും രൂപത്തിൽ കാണപ്പെടുന്നു. പ്യൂരിൻ്റെ രൂപത്തിൽ കാണപ്പെടുന്ന അഡിനിനും ഗ്വാനിനും RNA-യിലും DNA-യിലും കാണപ്പെടുന്നു. എന്നാൽ പിരമിഡിൻ്റെ രൂപത്തിൽ കാണപ്പെടുന്ന തൈമിനും സൈറ്റോസിനും മാത്രമേ DNA-യിൽ കാണപ്പെടുന്നുള്ളൂ. അവിടെ സൈറ്റോസിന് പകരം യുറാസിലാണ് RNA-യിലെ നൈട്രജൻ ബേസ്. എന്നാൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിൻ്റെ കാര്യം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ പെന്റാഷുഗറിന്റെ 5th കാർബൺ പൊസിഷനിലാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്യപ്പെടുന്നത്. സാധാരണഗതിയിൽ RNA-യിലും DNA-യിലും ഒറ്റ ഫോസ്ഫേറ്റ് മാത്രമേ കാണപ്പെടുന്നുള്ളൂ ന്യൂക്ലിയോടൈഡിൽ. ദ ലിങ്കേജ് ബിറ്റ്വീൻ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആർ ഹൈ എനർജി ബോണ്ട്സ്. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഷുഗർ മോളിക്യൂളുമായിട്ട് ചേരുന്നത് ഹൈ എനർജി ബോണ്ടിങ് വഴിയാണ്. പ്രൈമർലി ദർ ആർ 8 ടൈപ്സ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ഇൻ DNA ആൻഡ് RNA. DNA-യിലും RNA-യിലും ന്യൂക്ലിയോടൈഡുകൾ 8 തരത്തിൽ അല്ലെങ്കിൽ 8 വ്യത്യസ്ത രൂപത്തിൽ കാണപ്പെടുന്നു. ഇൻ DNA, ഡിയോക്സി അഡിനോസിൻ മോണോഫോസ്ഫേറ്റ്. DNA നൈട്രജൻ ബേസിൻ്റെ അടിസ്ഥാനത്തിൽ ന്യൂക്ലിയോടൈഡുകൾ പ്രധാനമായിട്ടും ഡിയോക്സി അഡിനോസിൻ മോണോഫോസ്ഫേറ്റ്, ഡിയോക്സി ഗ്വാനോസിൻ മോണോഫോസ്ഫേറ്റ്, ഡിയോക്സി സൈറ്റിഡിൻ മോണോഫോസ്ഫേറ്റ് ആൻഡ് ഡിയോക്സി തൈമിഡിൻ മോണോഫോസ്ഫേറ്റ്. ഇങ്ങനെയാണ് DNA-യിലുള്ള ന്യൂക്ലിയോടൈഡുകൾ. എന്നാൽ RNA-യിൽ അഡിനോസിൻ മോണോഫോസ്ഫേറ്റ്, ഗ്വാനോസിൻ മോണോഫോസ്ഫേറ്റ്, സൈറ്റിഡിൻ മോണോഫോസ്ഫേറ്റ് ആൻഡ് യൂറിഡിൻ മോണോഫോസ്ഫേറ്റ്, ഇങ്ങനെ DNA-യിലും RNA-യിലുമായിട്ട് 8 തരത്തിലുള്ള ന്യൂക്ലിയോടൈഡുകൾ കാണപ്പെടുന്നുണ്ട്. ഇനി പോളി ന്യൂക്ലിയോടൈഡ് ചെയിൻ. ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞത് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഒരു പെന്റാഷുഗർ, ഒരു നൈട്രജൻ ബേസ്. ഇതാണ് ഒരു ന്യൂക്ലിയോടൈഡ്. ഇങ്ങനെ ഒന്നിലധികം ന്യൂക്ലിയോടൈഡുകൾ ഒരുമിച്ച് കാണുന്ന അവസ്ഥയാണ്, അല്ലെങ്കിൽ ഒരുമിച്ച് ചേർന്ന് ഒരു ചെയിൻ പോലെ രൂപപ്പെടുന്നതിനെയാണ് പോളി ന്യൂക്ലിയോടൈഡ് ചെയിൻ എന്ന് പറയുന്നത്. ന്യൂക്ലിയോടൈഡ്സ് ആർ ജോയിൻഡ് ടുഗദർ ബൈ കോവാലന്റ് ബോണ്ട്സ് ബിറ്റ്വീൻ ദ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഓഫ് 1 ന്യൂക്ലിയോടൈഡ് ആൻഡ് 3rd കാർബൺ ആറ്റം ഓഫ് ദ പെന്റാഷുഗർ ഇൻ ദ നെക്സ്റ്റ് ന്യൂക്ലിയോടൈഡ്. ഒരു ന്യൂക്ലിയോടൈഡിന്റെ അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയോടൈഡ് ഫോം ചെയ്യുമ്പോൾ അതിന്റെ 5th കാർബൺ പൊസിഷനിലാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കാണപ്പെടുന്നത്. ആ 5th പൊസിഷനിലുള്ള ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അടുത്ത പെന്റാഷുഗറിന്റെ 3rd
കാർബൺ പൊസിഷനുമായിട്ട് ജോയിൻ ചെയ്തിട്ടാണ് പോളി ന്യൂക്ലിയോടൈഡ് ചെയിനുകൾ രൂപപ്പെടുന്നത്. ആദ്യത്തെ ഇവിടെ നോക്കുക, ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് 5th കാർബൺ പൊസിഷനിലുള്ള ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അടുത്ത പെന്റാ ഷുഗറിന്റെ 3rd കാർബൺ പൊസിഷനിലുമായിട്ടാണ് എന്ത് ചെയ്യപ്പെടുന്നത്, ജോയിൻ ചെയ്യുന്നത്. കോവാലന്റ് ബോണ്ട് വഴിയാണ് ഇവിടെ, ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട് വഴിയാണ് ഇവിടെ ഫോസ്ഫേറ്റും പെന്റാ ഷുഗറും തമ്മിൽ ജോയിൻ ചെയ്യുന്നത്. അടുത്ത ന്യൂക്ലിയോടൈഡ് 5th കാർബൺ പൊസിഷനിലുള്ള ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് 3rd കാർബൺ പൊസിഷനുമായിട്ട് ജോയിൻ ചെയ്ത് പോളി ന്യൂക്ലിയോടൈഡ് ചെയിനുകൾ ഉണ്ടാക്കപ്പെടുന്നു. ദിസ് പ്രൊഡ്യൂസ് ആൻ ആൾട്ടർനേറ്റിംഗ് ബാക്ക് ബോൺ ഓഫ് ഷുഗർ ഫോസ്ഫേറ്റ് ഓൾ അലോങ് പോളി ന്യൂക്ലിയോടൈഡ് ചെയിൻ. ഒരു ഷുഗറും ഫോസ്ഫേറ്റും അടുത്ത ഷുഗറും ഫോസ്ഫേറ്റും എന്ന നിലയിൽ പോളി ന്യൂക്ലിയോടൈഡ് ചെയിനുകൾ രൂപപ്പെടുന്നു. The DNA molecule consists of 2 polynucleotide chains or strands that spirally twisted around each other and coiled around a common axis to form a right-handed double helix. ഒരു DNA മോളിക്യൂൾ എന്ന് പറയുന്നത് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള 2 പോളി ന്യൂക്ലിയോടൈഡ് ചെയിനുകൾ ചേരുന്നതാണ്. ഇങ്ങനെ 2 പോളി ന്യൂക്ലിയോടൈഡ് ചെയിനുകൾ കോംപ്ലിമെൻ്ററി ആയിട്ട് ബോണ്ട് ചെയ്ത് സ്പൈറൽ ചെയ്ത് കാണപ്പെടുന്ന സ്ട്രക്ചറായിട്ടാണ് DNA കാണപ്പെടുന്നത്. ദ 2 സ്ട്രാൻഡ്സ് ആർ ആൻറ്റി പാരലൽ. 2 സ്ട്രാൻഡുകളും ആൻറ്റി പാരലൽ ആയിരിക്കും. അതായത് ഒന്നിൻ്റെ അറ്റഭാഗം അല്ലെങ്കിൽ എൻഡ് അതിൻ്റെ ഓപ്പോസിറ്റ് എൻഡ് ആയിരിക്കും അതിൻ്റെ നെക്സ്റ്റ് എൻഡ് ആയിട്ട് വരുന്നത്. ദ 2 സ്ട്രാൻഡ്സ് ആർ ആൻറ്റി പാരലൽ, ദാറ്റ് ഈസ് ദേ ആർ റൺ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ സോ ദാറ്റ് 3' end of one chain facing the 5' end of other chain. ഇവിടെ 3' എൻഡും 5' എൻഡും ഉണ്ട്. 3' എൻഡും 5' എൻഡും എന്ന് നോക്കാം. ഇവിടെ നോക്കാം, ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ഈ ന്യൂക്ലിയോടൈഡിൻ്റെ ഫ്രീ എൻഡ് എന്ന് പറയുന്നത് താഴെ കാണപ്പെടുന്നതാണ് ഫ്രീ എൻഡ്. അതിൻ്റെ 5th കാർബൺ പൊസിഷനിലാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കാണപ്പെടുന്നത്. ഇങ്ങനെ ഇവിടെ താഴെ കാണപ്പെടുന്ന 3rd എൻഡിൽ ന്യൂക്ലിയോടൈഡ് ചെയിനൊന്നും ഇല്ല, അല്ലെങ്കിൽ ഇതാണ് 3rd എൻഡ്, ഇത് ഫ്രീ എൻഡ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ 5th കാർബൺ പൊസിഷനിലാണ് അടുത്ത ഷുഗർ മോളിക്യൂൾ അല്ലെങ്കിൽ ന്യൂക്ലിയോടൈഡ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ മുകളിലേക്ക് പോകുമ്പോഴേക്കും ഇതിൻ്റെ 5th ഒരു ന്യൂക്ലിയോടൈഡ് ചെയിൻ്റെ 5th കാർബൺ പൊസിഷനിൽ പിന്നീട് ന്യൂക്ലിയോടൈഡുകൾ കണക്ട് ചെയ്യാതെ വരുമ്പോൾ അത് ഫ്രീ ആയിട്ട് കാണപ്പെടുന്നു. അങ്ങനെ ഫ്രീ ആയിട്ട് കാണപ്പെടുന്ന ഈ എൻഡിനെ 5' എൻഡ് എന്നും 3' എൻഡ്, അതായത് ഇത് ഇവിടെയുള്ള ന്യൂക്ലിയോടൈഡിൻ്റെ 3' എൻഡ് ഫ്രീ ആണ്, അവിടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ എൻഡിനെ 3' എൻഡെന്നും ഈ എൻഡിനെ 5' എൻഡെന്നുമാണ് പറയുന്നത്. അപ്പോൾ 5' എൻഡ് 3' എൻഡ് ഉള്ള ഒരു പോളി ന്യൂക്ലിയോടൈഡ് ചെയിൻ ആൻറ്റി പാരലായിട്ട് ഒരു സൈഡിൽ ഇവിടെ 5' എൻഡ് ആണ് വരുന്നതെങ്കിൽ അടുത്ത സൈഡിൽ അതിൻ്റെ ഓപ്പോസിറ്റ് എൻഡ് ആയിരിക്കും കാണപ്പെടുന്നത്. The sugar phosphate backbone remain on the outside while the core of the helix contain purine and pyrimidine bases. ഇവിടെ ഷുഗറും ഫോസ്ഫേറ്റും ചേർന്ന ഡബിൾ ഹാൻഡഡ് സ്ട്രക്ചർ പുറമേ കാണപ്പെടുകയും അതിൻ്റെ മധ്യഭാഗത്തായിട്ട് നൈട്രജൻ ബേസ് അല്ലെങ്കിൽ പ്യൂരിനും പിരമിഡിനും ചേർന്നിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കും DNA കാണപ്പെടുന്നത്. The 2 strands are held together by hydrogen bonds. ഇവിടെ ഈ നൈട്രജൻ ബേസുകൾക്കിടയിൽ രൂപപ്പെടുന്നത് ഹൈഡ്രജൻ ബോണ്ടുകളാണ്. അപ്പോൾ ഈ ഹൈഡ്രജൻ ബോണ്ട് വഴിയാണ് 2 സ്ട്രാൻഡുകൾ തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത്. 2 strands are held together by hydrogen bonds between the purine and pyrimidine bases of opposite strands. Adenine always pairs with thymine. Adenine എപ്പോഴും തൈമിനുമായിട്ടാണ് പെയർ ചെയ്യപ്പെടുന്നത് by 2 hydrogen bonds. Adenine തൈമിനുമായിട്ട് 2 ഹൈഡ്രജൻ ബോണ്ടുമായി എന്ന രൂപത്തിലാണ് ഫോം ചെയ്യപ്പെടുന്നത്. ആൻഡ് ഗ്വാനിൻ ആൾവേസ് പെയർ വിത്ത് സൈറ്റോസിൻ. ഗ്വാനിൻ എപ്പോഴും സൈറ്റോസിനുമായിട്ടാണ് പെയർ ചെയ്യപ്പെടുന്നത് വിത്ത് 3 ഹൈഡ്രജൻ ബോണ്ട്. 3 ഹൈഡ്രജൻ ബോണ്ട് വഴിയാണ് സൈറ്റോസിൻ ഗ്വാനിനുമായിട്ട് ബോണ്ടിങ് ഏർപ്പെടുന്നത്. ദിസ് കോംപ്ലിമെൻ്ററി മെൻറ്റാലിറ്റി ഈസ് നോൺ ആസ് ബേസ് പെയറിംഗ് റൂൾ. ഇങ്ങനെ കോംപ്ലിമെൻ്റ് ആയിട്ട് പരസ്പരം യോജിക്കേണ്ടുന്നത് മാത്രം യോജിച്ച് കാണപ്പെടുന്ന രീതിയിലുള്ള ബോണ്ടിങ് പ്രോസസ്സിനെ പെയറിംഗ് റൂൾ എന്നാണ് പറയപ്പെടുന്നത്. Thus, the 2 strands are complementary to one another. അപ്പോൾ 2 സ്ട്രാൻഡുകൾ എന്ന് പറഞ്ഞാൽ ഈ സ്ട്രാൻഡും ഓപ്പോസിറ്റ് സ്ട്രാൻഡ് കോംപ്ലിമെൻ്ററി ആയിട്ട്, അതായത് അഡിനും തൈമിനും തമ്മിൽ സൈറ്റോസിനും ഗ്വാനും തമ്മിൽ ഇവ മാത്രമേ
ബേസ് പെയറിംഗ് അല്ലെങ്കിൽ പെയറിംഗ് നടക്കുകയുള്ളൂ. അങ്ങനെ പെയറിംഗ് നടന്ന ഒരു സ്ട്രക്ചറായിട്ടാണ് DNA എപ്പോഴും കാണപ്പെടുക. ചാർഗാഫ്സ് റൂൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൂളാണ് അല്ലെങ്കിൽ ഒരു കണ്ടുപിടുത്തമാണ് ചാർഗാഫ്സിൻ്റേത്. One other key piece of information related to the structure of DNA came from Australian biochemist Edwin Chargaff. DNA സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തം നടത്തിയ ഓസ്ട്രേലിയൻ ബയോകെമിസ്റ്റാണ് എർവിൻ ചാർഗാഫ്. ചാർഗാഫ് അനലൈസ്ഡ് ദ DNA of different species, determining its composition of adenine, thymine, cytosine and guanine bases. വിവിധ ജീവജാലങ്ങളുടെ DNA എടുത്ത് പരിശോധിച്ച് അതിനകത്തെ നൈട്രജൻ ബേസുകളെ കുറിച്ചാണ് എഡ്വിൻ ചാർഗാഫ് പഠനം നടത്തിയത്. ദ എമൗണ്ട് ഓഫ് ദ നൈട്രജൻ ബേസ് വേരിയഡ് എമംഗ് സ്പീഷീസ് ബട്ട് നോട്ട് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ഓഫ് ദ സെയിം സ്പീഷീസ്. ഒരു DNA എടുത്ത് പരിശോധിച്ചാൽ ആ DNAയിലുള്ള നൈട്രജൻ ബേസ് വ്യത്യസ്ത സ്പീഷീസുകളിൽ വ്യത്യസ്ത എമൗണ്ടുകളിലാണ് അല്ലെങ്കിൽ വ്യത്യസ്ത അളവിലാണ് കാണപ്പെടുന്നത്. എന്നാൽ ഒരു സ്പീഷീസിൽ കാണപ്പെടുന്ന നൈട്രജൻ ബേസിൻ്റെ എണ്ണം അല്ലെങ്കിൽ അളവ് തുല്യമായിരിക്കും. ദ എമൗണ്ട് ഓഫ് അഡിനിൻ ഓൾവേസ് ഈക്വൽ ടു ദ എമൗണ്ട് ഓഫ് തൈമിൻ. അതായത് കോംപ്ലിമെൻ്ററി ബേസ് പെയറിംഗ് മാത്രമേ DNAയിൽ നടക്കുന്നുള്ളൂ എന്നതുകൊണ്ട് അഡിനിന് തുല്യമായ അളവിൽ തൈമിൻ ഉണ്ടാകും. സൈറ്റോസിൻ ഈക്വൽ ടു ദ എമൗണ്ട് ഓഫ് ഗ്വാനിൻ. അതുപോലെ സൈറ്റോസിൻ്റെ തുല്യ എണ്ണത്തിൽ ഗ്വാനിൻ കാണപ്പെടുന്നു. These findings, called Chargaff's rules, turned out to be crucial to Watson and Crick model of DNA double helix. ചാർഗാഫ്സിൻ്റെ ഈ കണ്ടുപിടുത്തമാണ് ചാർഗാഫ്സ് റൂൾ എന്നറിയപ്പെടുന്നത്. ഇത് പിന്നീട് വാട്സൻ്റെയും ക്രിക്കിൻ്റെയും DNA കണ്ടുപിടുത്തത്തിലെ നിർണായക ഘടകമായിട്ട് അല്ലെങ്കിൽ നിർണായക കണ്ടുപിടുത്തമായിട്ട് പ്രവർത്തിക്കുകയുണ്ടായി. വാട്സൺ ആൻഡ് ക്രിക്ക് മോഡൽ ഓഫ് DNA. ഇനി നമ്മൾ അറിഞ്ഞിരിക്കുന്ന വാട്സൻ്റെയും ക്രിക്കിൻ്റെയും DNAയുടെ സ്ട്രക്ചറിലേക്ക് വരാം. ദ ടേം DNA വാസ് ഗിവൺ ബൈ സക്കാരിസ് ഇൻ 1953. 1953 സക്കാരിസ് എന്ന ശാസ്ത്രജ്ഞനാണ് DNA എന്ന പേര്, ഡിയോക്സി റൈബോന്യൂക്ലിക് ആസിഡ് എന്ന പേര് കൊണ്ടുവരുന്നത്. J.D. Watson, an American biologist, and F.H.C. Crick, a British physicist, proposed a three-dimensional model of physiological DNA, that is BDNA, on the basis of X-ray diffraction data of DNA obtained by Franklin and Wilkins. ഫ്രാങ്ക്ലിൻ്റെയും വിൽക്കിൻസിൻ്റെയും DNAയുടെ ഘടനയെക്കുറിച്ചുള്ള കണ്ടുപിടുത്തമാണ് വാട്സനും ക്രിക്കിനും DNAയുടെ ഡബിൾ ഹാൻഡഡ് സ്ട്രക്ചർ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്യാൻ ഇടയാക്കിയ സംഭവം എന്ന് പറയുന്നത്. ഫോർ ദിസ് എപ്പോക്ക് മേക്കിംഗ് ഡിസ്കവറി വാട്സൺ, ക്രിക്ക് ആൻഡ് വിൽക്കിൻസ് ഗോട്ട് നോബൽ പ്രൈസ് ഇൻ മെഡിസിൻ ഇൻ 1962. ഇങ്ങനെ DNAയുടെ ഘടന എക്സ്റേ ഡിഫ്രാക്ഷൻ മെത്തേഡിലൂടെ കണ്ടുപിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വാട്സനും ക്രിക്കിനും വിൽക്കിൻസിനും 1962 നൊബൽ പ്രൈസ് കിട്ടുകയുണ്ടായി. എന്നാൽ ഇവിടെ ഫ്രാങ്ക്ലിൻ എന്ന ശാസ്ത്രജ്ഞയെ ഈ നോബൽ പ്രൈസിൽ നിന്നും ഒഴിവാക്കി എന്ന് പ്രത്യേകം ഓർത്തിരിക്കണം. ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് DNA. ഇനി DNAയുടെ വാട്സൻ്റെയും ക്രിക്കിൻ്റെയും പ്രധാനപ്പെട്ട അവർ പ്രപ്പോസ് ചെയ്ത DNAയുടെ സ്ട്രക്ചറുകൾ എന്താണെന്ന് നോക്കാം. ദ DNA മോളിക്യൂൾ കൺസിസ്റ്റ് ഓഫ് 2 polynucleotide chains or strands that spirally twisted around each other and coiled around a common axis to form a right-handed double helix. DNA ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇത് ഒരു കോമൺ ആക്സിസ്, ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു കോമൺ ആക്സിസിന് ചുറ്റും റൈറ്റ് ഹാൻഡഡ് ആയിട്ട് സ്പൈറൽ ചെയ്തിരിക്കുന്ന രൂപത്തിലാണ് DNA ഉള്ളത് എന്നാണ് വാട്സണും ക്രിക്കും പ്രപ്പോസ് ചെയ്തത്. ദ 2 strands ആർ ആൻറ്റി പാരലൽ. സ്ട്രാൻഡുകൾ ആൻറ്റി പാരലുകളാണ്, അതായത് ഒരേ തരത്തിലുള്ള ബേസുകൾ ഒരിക്കലും ഒരുമിച്ച് വരാത്ത തരത്തിലാണ്. ദെൻ ദേ റൺ ഇൻ ഓപ്പോസിറ്റ് ഡിറക്ഷൻ. അത് ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് റൺ ചെയ്യുന്നത്. അതായത് ഒന്ന് മുകളിൽ നിന്ന് താഴേക്കാണെന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ നിന്നും മുകളിലേക്കാണ്. അതായത് 3' end of one chain facing the 5' end of other. ഒരു സ്ട്രാൻഡിൻ്റെ 3' end ആണ് ഒരു സൈഡിൽ വരുന്നതെങ്കിൽ മറ്റേ സ്ട്രാൻഡിൻ്റെ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സ്ട്രാൻഡിൻ്റെ 5' end ആയിരിക്കും അതിൻ്റെ ഓപ്പോസിറ്റ് എൻഡിൽ വരുന്നത്.
The sugar phosphate backbone remains on the outside while the core of the helix contain purine and pyrimidine base. ഇവിടെ ഷുഗറും ഫോസ്ഫേറ്റും ചേർന്നിട്ടുള്ള ബാക്ക് ബോൺ പുറത്തു നിൽക്കുകയും പ്യൂരിനും പിരമിഡിനും ചേർന്നിട്ടുള്ള കോർ അതിൻ്റെ ഇന്നർ പാർട്ടായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. The two strands are held together by hydrogen bonds between purine and pyrimidine based on opposite strands. ഇനി ഈ രണ്ട് സ്ട്രാൻഡുകൾക്കിടയിൽ പരസ്പരം നൈട്രജൻ ബേസുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഹൈഡ്രജൻ ബോണ്ടുകൾ വഴിയാണ്. ഇങ്ങനെ ഹൈഡ്രജൻ ബോണ്ടുകൾ വഴി ആന്റി പാരലായിട്ടുള്ള രണ്ട് സ്ട്രാൻഡുകൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. അഡിനിൻ ഓൾവേസ് പെയർ വിത്ത് തൈമിൻ by 2 hydrogen bonds and guanine always pair with cytosine by 3 hydrogen bonds. This complementarity is known as base pairing rule. Thus the two strands are complementary to each other. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചാർഗാഫ് റൂൾ അനുസരിച്ച് അഡിനിൻ എപ്പോഴും തൈമിനുമായിട്ടും ഗ്വാനിൻ എപ്പോഴും സൈറ്റോസിനുമായിട്ടും ആണ് ബേസ് പെയറിംഗ് നടത്തുന്നത്. ഈ ബേസ് പെയറിങ്ങിനെ കോംപ്ലിമെന്ററി റൂൾ എന്നാണ് പറയുന്നത്. The base sequence along polynucleotide chain is variable and a specific sequence of base carries the genetic information. ഇങ്ങനെ ഇവിടെ ബേസ് സീക്വൻസിൻ്റെ രീതി പരിശോധിച്ചിട്ടാണ്, അല്ലെങ്കിൽ ബേസ് സീക്വൻസ് എപ്പോഴും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ ബേസ് സീക്വൻസ് ആണ് ഒരു ഇൻഫർമേഷനെ ക്യാരി ചെയ്യുന്നത്. അതായത് നൈട്രജൻ ബേസുകളാണ് ജനറ്റിക് ഇൻഫർമേഷനുകൾ ക്യാരി ചെയ്യുന്നത്. ഒരിക്കലും ഒരുപോലെ നൈട്രജൻ ബേസുകൾ ഒരു ഡി എൻ എയിലും അടുപ്പിച്ച് കാണുകയില്ല. ഈ നൈട്രജൻ ബേസുകൾ കാണപ്പെടുന്ന ഈ രീതിയാണ്, അല്ലെങ്കിൽ ഈ രൂപത്തിലാണ്, അല്ലെങ്കിൽ ഈ കോഡിന്റെ രൂപത്തിലാണ് ഇൻഫർമേഷൻ, ജനറ്റിക് ഇൻഫർമേഷൻ ജീനുകളിൽ അല്ലെങ്കിൽ ഡി എൻ എയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ദ ബേസ് കോമ്പോസിഷൻ ഓഫ് ഡി എൻ എ ഒബേ ചാർഗാഫ്സ് റൂൾ. ബേസ് കോമ്പോസിഷൻ ചാർഗാഫ്സ് റൂൾ അനുസരിച്ചായിരിക്കും ഡി എൻ എയിൽ കാണപ്പെടുന്നത്. ദെൻ ഇന്ന ഡി എൻ എയുടെ ഘടന കൂടുതലായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ദ ഡയമീറ്റർ ഓഫ് ഡി എൻ എ ഇസ് 20 നാനോമീറ്റർ ഓർ 20 ആംസ്ട്രോം. അതായത് ഡി എൻ എയുടെ ഡയമീറ്റർ എന്ന് പറയുന്നത് 20 ആംസ്ട്രോങ് ആണ്. ദ അഡ്ജസൻറ്റ് ബേസസ് ആർ സെപ്പറേറ്റഡ് ബൈ 0.34 നാനോമീറ്റർ. രണ്ട് ബേസുകൾക്കിടയിലുള്ള സ്പേസ് എന്ന് പറയുന്നത് 0.34 നാനോമീറ്റർ അല്ലെങ്കിൽ 3.4 ആംസ്ട്രോങ് ആണ്. ദർ ആർ 10 ബേസ് പെയർ പെർ ടേൺ. ഒരു ടേണിൽ 10 ബേസ് പെയറുകൾ 1, 2, 3, 4, 5 അങ്ങനെ രണ്ട് സൈഡിലും കൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ടേണിൽ, ഒരു ചുറ്റിൽ 10 ബേസ് പെയറുകൾ മാത്രമാണ് കാണപ്പെടുക. ദ ഡി എൻ എ ഹെലിക്സ് ഹാസ് ഷാലോ ഗ്രൂവ്. ഡി എൻ എക്സ് 2 ഗ്രൂവുകളുണ്ട്. ഏറ്റവും ദീർഘമേറിയ അല്ലെങ്കിൽ അകത്തേക്കുള്ള ഗ്രൂവിനെ മേജർ ഗ്രൂവ് എന്നും രണ്ടാമത്തെ ആഴം കുറഞ്ഞ ഗ്രൂവിനെ മൈനർ ഗ്രൂവ് എന്നുമാണ് പറയപ്പെടുന്നത്. അങ്ങനെ 2 പ്രധാനപ്പെട്ട ഗ്രൂവുകളുണ്ട്. മേജർ ഗ്രൂവ് ഈസ് കാൾഡ് മേജർ ഗ്രൂവിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് 2.2 നാനോമീറ്റർ ആണ് മേജർ ഗ്രൂവിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. രണ്ടാമത്തത് മൈനർ ഗ്രൂവ് ആണ്, അതായത് അധികം ആഴമില്ലാത്തതാണ്, അതുകൊണ്ട് തന്നെ മൈനർ ഗ്രൂവ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 2 ഷാലോ ഗ്രൂവ്സുകൾ ഡി എൻ എക്ക് കാണപ്പെടുന്നുണ്ട്. ദെൻ ആൾട്ടർനേറ്റീവ് ഫോംസ് ഓഫ് ഡി എൻ എ. ഇത്രയും നമ്മൾ പറഞ്ഞത് വാട്സണും ക്രിക്കും പ്രപ്പോസ് ചെയ്ത ഡി എൻ എയുടെ പ്രത്യേകതകളാണ്. ഇനി ഡി എൻ എക്ക് സ്വാഭാവികമായിട്ട് ഡി എൻ എ കാണപ്പെടുന്നത് റൈറ്റ് ഹാൻഡഡ് സ്ട്രക്ചറിലാണ്. ആ ഡി എൻ എ നമ്മൾ ബി ഡി എൻ എ എന്നാണ് പറയുന്നത്. എന്നാൽ ഇത് കൂടാതെ മറ്റ് 2-3 തരത്തിൽ ഡി എൻ എകൾ പ്രകൃതിയിൽ കാണപ്പെടാറുണ്ട്. അവ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. മോസ്റ്റ് ഓഫ് ദ ഡി എൻ എ ഇൻ ദ ക്ലാസിക് വാട്സൺ ആൻഡ് ക്രിക്ക് മോഡൽ സിംപ്ലി കാൾഡ് as ബി ഡി എൻ എ ഓർ ബി ഫോം ഓഫ് ഡി എൻ എ. വാട്സണും ക്രിക്കും അവതരിപ്പിച്ച ഡി എൻ എയുടെ പേര് ബി ഡി എൻ എ എന്നാണ്. മറ്റ് ഡി എൻ എകൾ എന്ന് പറയുന്നത് എ ഡി എൻ എ, ഇസഡ് ഡി എൻ എ പോലെയുള്ള ഡി എൻ എകളാണ് സാധാരണ കാണപ്പെടുന്നത്. ഇൻ സർട്ടൻ കണ്ടീഷൻസ് ഡിഫറെന്റ് ഫോംസ് ഓഫ് ഡി എൻ എ ആർ ഫൗണ്ട് ടു ബി അപ്പിയർഡ് ലൈക്ക് എ ഡി എൻ എ, ഇസഡ് ഡി എൻ എ, സി ഡി എൻ എ, ഡി ഡി എൻ എ, ഇ ഡി എൻ എ എക്സെട്ര. ഇനി ബി ഡി എൻ എ കൂടാതെ എ, ഇസഡ്, സി, ഡി, ഇ തുടങ്ങിയ രൂപത്തിലും ഡി എൻ എകൾ കാണപ്പെടാറുണ്ട്. ദിസ് ഡീവിയേഷൻ ഇൻ ഫോംസ് ആർ ബേസ്ഡ് ഓൺ ദർ സ്ട്രക്ചറൽ ഡൈവേഴ്സിറ്റി. ഇങ്ങനെ വിവിധ രൂപത്തിൽ കാണപ്പെടുന്നതാണ് ഡി എൻ എയുടെ സ്ട്രക്ചറൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. നമുക്കതിനെ ഓരോന്നും പരിശോധിക്കാം. ഫസ്റ്റ് വൺ ബി ഡി എൻ എ, ഡിസ്ക്രൈബ്ഡ് ബൈ ജെയിംസ് ഡി വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക്. ബി ഡി എൻ എ അവതരിപ്പിച്ചതും കണ്ടുപിടിക്കുന്നതും വാട്സണും ക്രിക്കും ചേർന്നാണ്. കോമൺലി ഫൗണ്ട് ഇൻ ഡി എൻ എ. എല്ലാ ജീവികളിലും കാണപ്പെടുന്ന തരത്തിലുള്ള ഡി എൻ എ ആണ് ബി ഡി എൻ എ. ഡി എൻ എ മോളിക്യൂൾ കൺസിസ്റ്റ് ഓഫ് 2 ഹെലിക്കൽ പോളിന്യൂക്ലിയോടൈഡ് ചെയിൻസ് കോയിൽഡ് അറൌണ്ട് കോമൺ ആക്സിസ്.
അതായത് വാട്സൻ്റെയും ക്രിക്കിൻ്റെയും അഭിപ്രായത്തിൽ ഒരു കോമൺ ആക്സിസിൽ രണ്ട് അല്ലെങ്കിൽ ഡബിൾ ഹാൻഡഡ് സ്ട്രക്ചറായിട്ട് റൈറ്റ് ഹാൻഡഡ് പൊസിഷനിൽ ട്വിസ്റ്റ് ചെയ്തുണ്ടാക്കപ്പെടുന്ന അല്ലെങ്കിൽ കാണപ്പെടുന്ന ഡി എൻ എ ആണ് BDNA എന്ന് പറയുക. 2 helix are wound in such a way so as to produce 2 interchain spacing or groove, major wide groove and width of 12 Armstrong depth and minor groove 8.5 Armstrong. ഇതിന് രണ്ട് ഗ്രൂവുകൾ ഉണ്ടാവും. വൈഡർ ഗ്രൂവിനെ മേജർ ഗ്രൂവ് എന്നും ചെറിയ ഗ്രൂവിനെ മൈനർ ഗ്രൂവ് എന്നും ആണ് പറയുക. These grooves provide surface to which proteins, chemicals, sugars, drugs can interact. ഈ ഗ്രൂവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഈ ഗ്രൂവ് DNA-യിൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്, അതായത് നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ അല്ലെങ്കിൽ ഭക്ഷണപദാർത്ഥങ്ങൾ അല്ലെങ്കിൽ റേഡിയേഷനുകൾ, ഡ്രഗ്സുകൾ, കെമിക്കലുകൾ, പ്രോട്ടീനുകൾ തുടങ്ങിയവയൊക്കെ DNA-യുമായിട്ട് പ്രതിപ്രവർത്തിക്കാൻ അല്ലെങ്കിൽ DNA നിർമ്മാണത്തിൽ പങ്കെടുക്കുന്ന പ്രോസസ്സിൽ DNA-യുമായിട്ട് കൂടിക്കലരുന്നതിന് അല്ലെങ്കിൽ DNA ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ട് ആണ് DNA-യിൽ ഈ രണ്ട് ഗ്രൂവുകൾ കാണപ്പെടുക. ഇനി രണ്ടാമത്തത് ADNA ആണ്. ADNA is one of the possible double helical structure which DNA can adopt along with the other two biologically active helical structure. അതുപോലെ തന്നെ ADNA പോലെ തന്നെ BDNA പോലെ തന്നെയാണ് ADNA കാണപ്പെടുന്നത്. ഒരു ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറാണ്, റൈറ്റ് ഹാൻഡഡ് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറാണ്. അതാണ് ADNA-യുടെ മറ്റൊരു പ്രത്യേകത. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത BDNA-യുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഷോർട്ട് ആൻഡ് ലെഫ്റ്റ് ഫ്ലാറ്റ് കമ്പയർഡ് ടു BDNA. നീളം കുറഞ്ഞതും ഫ്ലാറ്റുമാണ്, പരന്ന രൂപത്തിലിരിക്കുന്ന DNA ആണ് ADNA എന്ന് പറയുന്നത്. occur only in dehydrated samples of DNA. അതായത് ഡീഹൈഡ്രേറ്റഡ് സാമ്പിൾസ്, ജലാംശം നഷ്ടപ്പെട്ട ജീവജാലങ്ങളിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള, അല്ലെങ്കിൽ ജലാംശമില്ലാത്ത കോശങ്ങളിൽ നിന്നുമാണ് ഇത്തരം DNA-കൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. ADNA വാസ് ഒറിജിനലി ഐഡൻറ്റിഫൈഡ് ബൈ എക്സ്റേ ഡിഫ്രാക്ഷൻ അനാലിസിസ് ഓഫ് DNA ഫൈബേഴ്സ് അറ്റ് 75 റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. 75% ഹ്യൂമിഡിറ്റിയിൽ എക്സ്റേ ഡിഫ്രാക്ഷൻ മെത്തേഡ് വഴിയാണ് ADNA ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അത് പ്രത്യേകം ഓർത്തിരിക്കുക. ജീവജാലങ്ങളിൽ ഡീഹൈഡ്രേറ്റഡ് സാമ്പിൾസിലാണ് കാണപ്പെടുക, അതായത് ജലാംശം ഇല്ലാത്ത വരണ്ട് ഉണങ്ങിയ കോശങ്ങളിൽ. ദ ഗ്രൂവ്സ് ആർ നോട്ട് ആസ് ഡീപ്പ് ഓഫ് ഇൻ BDNA പോലെ ഡീപ്പായിട്ടുള്ള ഗ്രൂവുകളൊന്നും ഇവിടെ കാണപ്പെടുന്നില്ല. ദ ബേസ് ആർ മോർ ടിൽറ്റഡ്. ബേസുകൾ കൂടുതൽ എന്ത് ചെയ്തിരിക്കുന്നു, ടിൽറ്റ് ചെയ്ത്, അതായത് വളഞ്ഞ് കാണപ്പെടുന്നു. ദ ബേസ് പെർ ടേൺ ഈസ് 11. സാധാരണ BDNA-യിൽ 10 ബേസുകളാണ് ഒരു ടേണിൽ കാണപ്പെടുന്നതെങ്കിൽ ADNA-യിൽ 11 ബേസുകൾ വരെ കാണപ്പെടുന്നു. അപ്പോൾ ADNA-യും BDNA-യും തമ്മിൽ സാമ്യതകളുണ്ട്. റൈറ്റ് ഹാൻഡഡ് സ്ട്രക്ചറാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത വ്യത്യാസം എന്ന് പറയുന്നത്, ഒന്ന് നീളം കുറവാണ്, ഡീഹൈഡ്രേറ്റഡ് സാമ്പിൾസിലാണ് കാണപ്പെടുന്നത്, ഫ്ലാറ്റ് ആണ്. ബേസ് പെർ ടേൺ എന്ന് പറയുന്നത് ഒരു ടേണിൽ ഒരു ചുറ്റിൽ ബേസ് പെർ 11 ബേസ് വരെയാണ് കാണപ്പെടുക. BDNA-യിലാണെങ്കിൽ അത് 10 ബേസുകൾ മാത്രമായിരിക്കും. മൂന്നാമത്തത് ZDNA, വൺ ഓഫ് ദ മെനി പോസിബിൾ DNA ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ. പിന്നീട് കാണാൻ സാധ്യതയുള്ള ഡബിൾ ഹാൻഡഡ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറാണ് ZDNA എന്ന് പറയുന്നത്. ലെഫ്റ്റ് ഹാൻഡഡ് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ADNA-യും BDNA-യുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇടത്തേക്ക് ചുറ്റി തിരിഞ്ഞ് രൂപപ്പെട്ടിരിക്കുന്ന DNA ആണ് ZDNA. ലെഫ്റ്റ് ഹാൻഡഡ് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ വൈൻഡ്സ് ടു ലെഫ്റ്റ് ഇൻ സിക്സാഗ് മാനർ. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ സിക്സാഗ് മാനറിലാണ് അതിൻ്റെ ബാക്ക് ബോൺ. DNA ബാക്ക് ബോൺ വെയർ ഇൻ സിക്സാഗ് മാനർ, സോ ദേ ആർ ടേംഡ് ആസ് ZDNA. Z അക്ഷരത്തിനെ പോലെ സിക്സാഗ് മാനറിലാണ് ZDNA കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ DNA ZDNA എന്നറിയപ്പെടുന്നത്. ഇവിടെ ZDNA ചിത്ര സിക്സാഗ് മാനറിലാണ് ഇത് കാണപ്പെടുന്നത്. പിന്നീട് ZDNA-യുടെ പ്രത്യേകത, ഇത് ലെഫ്റ്റ് ഹാൻഡഡ് ആണ്. സാധാരണ റൈറ്റ് ഹാൻഡഡ് ആയിട്ടാണ് സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ ZDNA മാത്രമാണ് ലെഫ്റ്റ് ഹാൻഡഡ് സ്ട്രക്ചറായിട്ട് കാണപ്പെടുന്നത്. ഡിസ്കൈബ്ഡ് ബൈ റിച്ച്, നോദറിം ആൻഡ് വാങ് ഇൻ 1984. 1984 റിച്ചും നോദറിം വാങ് എന്നീ 3 പേർ ചേർന്നിട്ടാണ് ZDNA കണ്ടുപിടിക്കുന്നത്. ഇറ്റ് ഹാസ് ആൻറ്റി പാരലൽ സ്ട്രാൻഡ്സ് ആസ് BDNA. BDNA-യുമായി താരതമ്യം ചെയ്യുമ്പോൾ ആൻറ്റി പാരലാണ്, എതിർവശയിലാണ്
എതിർദിശയിലാണ് ഇതിൻ്റെ സ്ട്രാൻഡ്സ് ചുറ്റുപിണഞ്ഞ് കാണപ്പെടുന്നത്. ഇറ്റ് ഈസ് ലോങ് ആൻഡ് തിൻ ആസ് കമ്പയർഡ് ടു BDNA. BDNAയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നീളം കൂടിയതും കനം കുറഞ്ഞ തിന്നുമായിട്ടുള്ള അല്ലെങ്കിൽ നേർത്ത ഒരു DNA സ്ട്രക്ചറാണ് ZDNAയ്ക്കുള്ളത്. ദർ ആർ ടോൾ ബേസ് പെയർ പെർ ടേൺ വിത്ത് ആക്സിയൽ റൈസ് 3.8 ആംസ്ട്രോങ് ആൻഡ് ആംഗിൾ ഓഫ് ട്വിസ്റ്റ് 60 ഡിഗ്രി. ഇവിടെ ZDNAയിലേക്ക് വരുമ്പോഴേക്കും ഒരു ടേണിൽ ഒരു ചുറ്റിൽ കാണപ്പെടുന്ന ബേസ് പെയറുകൾ 12 എണ്ണമാണ്. BDNAയിൽ നിന്ന് ഇൻക്രീസ് ചെയ്താണ് ബേസ് പെയർ വരുന്നത് നമുക്ക് കാണാൻ കഴിയും. BDNAയിൽ 10 കാണപ്പെടുന്നതെങ്കിൽ ADNAയിൽ അത് 11 ZDNAയിൽ 12. അപ്പോൾ അതിൻ്റെ ആക്സിയൽ റൈസ് എന്ന് പറയുന്നത് 3.8 ആംസ്ട്രോങ് ആണ്. അതിൻ്റെ ട്വിസ്റ്റ് 60 ഡിഗ്രി ചരിഞ്ഞാണ് അതിൻ്റെ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് DNA എന്ന ജനറ്റിക് മെറ്റീരിയലിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. DNA എന്താണ്, DNA നിർമ്മിച്ചിരിക്കുന്ന ന്യൂക്ലിയോസൈഡുകൾ, ന്യൂക്ലിയോടൈഡുകൾ, വിവിധ തരത്തിലുള്ള ന്യൂക്ലിയോടൈഡുകൾ, പ്യൂരിനുകൾ, പിരമിഡിനുകൾ തുടങ്ങിയവയെക്കുറിച്ച് നമുക്ക് 2 മാർക്ക് ചോദ്യം ഓരോന്നും ചോദിക്കാം. അതായത് ഡിഫറൻഷിയേറ്റ് പ്യൂരിൻ ആൻഡ് പിരമിഡിൻസ്, വാട്ട് ഈസ് ന്യൂക്ലിയോടൈഡ്, ദെൻ വാട്ട് ഈസ് പോളിന്യൂക്ലിയോടൈഡ് ചെയിൻസ്, വാട്ട് ഈസ് ന്യൂക്ലിയോസൈഡ്. ന്യൂക്ലിയോസൈഡ് 1 മാർക്ക് ചോദ്യമായിട്ട് ചോദിക്കാം. ന്യൂക്ലിയോടൈഡ് 1 മാർക്ക് ചോദ്യമായിട്ട് ചോദിക്കാം. പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ 1 മാർക്ക് ചോദ്യമായിട്ട് ചോദിക്കാം. ഡിഫറൻഷിയേറ്റ് പ്യൂരിൻ ആൻഡ് പിരമിഡിൻസ് 2 മാർക്ക് ചോദ്യമായിട്ട് ചോദിക്കാം. ഇനി 4 മാർക്ക് ചോദ്യമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഡിഫൈൻ വാട്സൺ ആൻഡ് ക്രിക്ക് മോഡൽ ഓഫ് DNA or explain the structure of DNA proposed by Watson and Crick. Then അടുത്തൊരു ചോദ്യം വരാവുന്നത് what are the different forms of DNA? വിവിധ തരത്തിലുള്ള DNAകൾ. അത് 2 മാർക്ക് ചോദ്യവും 4 മാർക്ക് ചോദ്യമായിട്ട് വരാം. ഇവിടെ ഈ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ നമുക്ക് ചിത്രം വരച്ചു വേണം ആൻസർ എഴുതാൻ. DNAയുടെ സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ, നൈട്രജൻ ബേസ് പെയറിംഗ് തുടങ്ങിയ ചിത്രങ്ങൾ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കണം. ഇനി ആൾട്ടർനേറ്റീവ് ഫോംസ് ഓഫ് DNA എന്നൊരു ചോദ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചോദ്യത്തിന് 3 തരത്തിലുള്ള DNA കുറിച്ച് മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. വാട്സൺ ആൻഡ് ക്രിക്ക് മോഡൽ DNA, BDNA, ദെൻ ADNA, ZDNA. ഈ 3 DNAയുടെയും പടം വരച്ചു വേണം നമ്മൾ ആ ചോദ്യത്തിന് ആൻസർ എഴുതാൻ. അപ്പോൾ ഇത്രയുമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ ചോദിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. താങ്ക് യു.